ധനുരാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടംകാൽ ചേരുന്ന നക്ഷത്രക്കാരുടെ 2026 വർഷഫലമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2026 ധനുരാശിക്കാരായ നിങ്ങൾക്ക് ഐശ്വര്യവും സാമ്പത്തിക നേട്ടങ്ങളും വന്നു ചേരുന്ന വർഷമായിരിക്കും. നിങ്ങളുടെ രാശിയാധിപൻ വ്യാഴം വർഷാരംഭത്തിൽ മിഥുനൻ രാശിയിലാണ്. നിങ്ങളുടെ 7ാം ഭാവത്തിലാണ്. കേന്ദ്രത്തിൽ പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽ വ്യാഴത്തിന്റെ ഹംസരാജയോഗം കിട്ടും. നല്ല തീരുമാനമെടുക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉന്നതി ഉണ്ടാകും. വിദേശ പഠനത്തിന്, ഉന്നത പഠനത്തിനൊക്കെ അനുകൂലമാണ്. തൊഴിൽപരമായിട്ട് ഉയർച്ചയുണ്ടാകും. ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടാൻ ആത്മധൈര്യത്തോടെ മുന്നേറാനായിട്ട് സാധിക്കും. നല്ല വ്യക്തിത്വം ഉണ്ടാകും. ബിസിനസ്സിൽ, കൂട്ടുബിസിനസ്സിലൊക്കെ ലാഭം വർദ്ധിക്കും. വിവാഹ ഭാഗ്യം, ദാമ്പത്യം നല്ലതാകും. മുടങ്ങിയ ധനമൊക്കെ വന്നു ചേരും. ജൂൺ 2-ന് വ്യാഴം മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് രാശി മാറും. അപ്പോൾ നിങ്ങളുടെ 8ാം ഭാവത്തിലേക്ക് മാറും വ്യാഴം. 8-ലുള്ള വ്യാഴം സ്വതവേ ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമാണ് കിട്ടുക. പക്ഷേ കർക്കിടകൻ രാശി വ്യാഴത്തിന്റെ ഉച്ചരാശി ആയ കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഗുണങ്ങളാണ് കിട്ടുക. ശനി വർഷം മുഴുവനും മീനൻ രാശിയിലാണ്. നിങ്ങളുടെ 4ാം ഭാവത്തിലാണ്. 4-ലുള്ള ശനിദോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ശനിയുടെ ഒരു ഗുണദോഷ സമ്മിശ്ര ഫലമാണ് കിട്ടുക. വീട് മാറാൻ, പുതിയ വീട് വെക്കാൻ, വീട് മോടി പിടിപ്പിക്കാൻ, അതുപോലെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ചെലവ് വരും. വസ്തു വാഹന ലാഭം ഉണ്ടാകും. കഠിന പ്രയത്നത്തോടെ എല്ലാ കാര്യത്തിലും വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. എന്തെങ്കിലും തരത്തിലുള്ള ടെൻഷൻ, അതുപോലെ പേടിയൊക്കെ നിലനിൽക്കും. തീരുമാനമെടുക്കുമ്പോൾ ശ്രദ്ധയോടെ, അതുപോലെ ക്ഷമയോടെയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടുതൽ നല്ലതാണ്. രാഹു 3-ലുള്ളത് നിങ്ങളുടെ ആത്മധൈര്യം വർദ്ധിക്കും. അതുപോലെ കാര്യവിജയവും, എല്ലാ കാര്യത്തെപ്പറ്റി നല്ല അറിവുണ്ടാകും. കേതു 9-ലുള്ളത് നിങ്ങൾക്ക് ഐശ്വര്യം വർദ്ധിക്കും. നിങ്ങളുടെ ലാഭസ്ഥാനത്തുള്ള ഗ്രഹം ശുക്രനാണ്. അതുകൊണ്ട് തന്നെ ശുക്രൻ കേന്ദ്രത്തിൽ വരുമ്പോൾ മാളവ്യ രാജയോഗം പോലെയുള്ള രാജയോഗം കിട്ടും. ധനം, ഐശ്വര്യം, സമൃദ്ധിയൊക്കെ ഉണ്ടാകും. കലാരംഗത്ത് നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ബിസിനസ്സിലൊക്കെ നല്ലതാകും. അതുപോലെ ഒന്നിൽ കൂടുതൽ ധനവരുമാനവും ലാഭവും ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റെല്ലാ ഗ്രഹങ്ങളും കൂടുതലും പോസിറ്റീവ് ഫലമാണ് നിങ്ങൾക്ക് ഈ വർഷം കിട്ടുക. നിങ്ങൾ എല്ലാ ശനിയാഴ്ചകളിലും വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്രത്തിൽ എള്ളുതിരി കത്തിക്കുന്നത് കൊണ്ട്, ദിവസവും ഓം നമഃശിവായ 11 തവണ ചൊല്ലുന്നത് കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഭാഗ്യവും ലാഭവും വർദ്ധിക്കും. എല്ലാ ധനുരാശിക്കാർക്കും 2026 ഏറ്റവും നല്ല വർഷമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും, ലൈക്ക് ചെയ്യാനും, കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്